എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാരങ്ങാച്ചാറാണ്. കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നാരങ്ങാച്ചാറ് തയ്യാറാക്കാൻ വേണ്ടി വലിയ 15 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു 15 നാരങ്ങയുടെ കൂടെ 2 കട്ട ചെറിയ ശർക്കര, ഏകദേശം ഒരു 200 ഗ്രാം ശർക്കരയുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരുപാട് മധുരം ഉണ്ടാവില്ല, നാരങ്ങയുടെ തൊലിയുടെ കയ്പ്പ് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയും കശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ കശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 10 മുതൽ 15 വരെ വെളുത്തുള്ളി അല്ലി, അരിയൊന്നും വേണ്ട, ജസ്റ്റ് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. നാരങ്ങ കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും കൂടി ചേർത്ത് ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ശർക്കര കൂടെ ചേർത്തത് കൊണ്ട് നാരങ്ങയുടെ തൊണ്ടിന് അത്യാവശ്യം കയ്പ്പെല്ലാം കുറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. കടായി നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തും ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് കുറവായിരിക്കും. അപ്പോൾ ആ എരിവൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ കുറച്ച് പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. ഒരുപാട് ദിവസം കേടാവാതിരിക്കുന്ന നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ആദ്യ ദിവസം നാരങ്ങയ്ക്ക് ചെറിയൊരു കയ്പ്പ് തോന്നിയാലും ഒരു 2 ദിവസത്തിൽ കയ്പ്പെല്ലാം മാറി നല്ലൊരു ടേസ്റ്റായിട്ടുണ്ടാവും. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.